മത്തച്ചൻ പുരയ്ക്കൽ 2025-26 വർഷത്തെ കുഞ്ഞേട്ടൻ പുരസ്കാര ജേതാവ്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലും കോതമംഗലം രൂപതയിലെ മിഷൻ ലീഗ് പ്രവർത്തനങ്ങളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി. കോതമംഗലം രൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ വളർച്ചയിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. അക്ഷരങ്ങളെ ആത്മീയമായി കോർത്തിണക്കിയ സാമൂഹിക പരിഷ്കർത്താവ്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ TN പണിക്കരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച അദ്ദേഹം കോതമംഗലം ഭാഗങ്ങളിൽ ഗ്രാമീണ വായനശാലകൾ സ്ഥാപിക്കുന്നതിനും അവയെ ലൈബ്രറി കൗൺസിലുമായി അഫിലിയേറ്റ് ചെയ്യിക്കുന്നതിലും അദ്ദേഹം നേതൃത്വം നൽകി. സാധാരണക്കാർക്ക് അറിവ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുസ്തകങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കാളിയായി. മത്തച്ചൻ പുരയ്ക്കലിന്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് ഇന്ന് നാലാമൻ മീഡിയ ഹൗസ് പങ്കുവെക്കുന്നത്. നമസ്കാരം. നാലാമൻ മീഡിയയുടെ നമുക്കിടയിൽ തനിയെ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ വ്യത്യസ്തനും എല്ലാവർക്കും സുപരിചിതനുമായ മത്തച്ചൻ പുരയ്ക്കൽ എന്ന വ്യക്തിത്വത്തിൻ്റെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത്. അദ്ദേഹം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ട് വിരമിച്ച് സ്വസ്ഥ ജീവിതം നയിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. നമുക്ക് ഇന്ന് അദ്ദേഹത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാം. മത്തച്ചൻ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വെള്ളുള്ള പീപ്പിൾസ് ലൈബ്രറിയുടെ എന്തോ ഒരു ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എനിക്ക് തോന്നുന്നു അന്നത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൻ്റെ മുഖ്യപ്രഭാഷകൻ എന്ന നിലയ്ക്കാണ് സാർ അന്ന് അവിടെ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പ്രസംഗം സാറിൻ്റെയാണ്, മത്തച്ചൻ പുരയ്ക്കൽ സാറിൻ്റെയാണ്. അതായത് എൻ്റെ നാട് വെള്ളുള്ള എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ലൈബ്രറി ഉണ്ട്, പീപ്പിൾസ് ലൈബ്രറി എന്ന പേരിലൊരു ലൈബ്രറി ഉണ്ട്. അപ്പം ഞങ്ങളവിടെ, ഞാൻ മെമ്പറാണ്. അന്ന് അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് ഇഷ്ടം പോലെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അന്ന് ഒരു സ്വാതന്ത്ര്യ ദിന ആഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്നത്തെ മുഖ്യപ്രഭാഷണം നടത്തിയിരുന്നത് സാറാണ്. ആ സാറിൻ്റെ പ്രസംഗം ഞാൻ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അതായത് ഒരു വൃക്ഷമായാൽ അത് എല്ലാം സഹിക്കണം എന്നുള്ളൊരു പോയിൻ്റ് സാറന്ന് അവിടെ പറഞ്ഞു. അതായത് വൃക്ഷമായാൽ കാറ്റേൽക്കണം, മഴയേൽക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതെല്ലാം ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാറന്ന് സംസാരിച്ചു. എന്നിട്ട് സാറ് പറഞ്ഞ് അവസാനിച്ചപ്പോൾ ഒരു പോയിൻ്റ് എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ നിങ്ങളിൽ വായനാശീലം വളരണം എന്ന് പറയുകയുണ്ടായി. അത് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ സാറിനോട് ഇന്ന് ഈ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഈ സാർ അന്ന് ആ സംസാരിച്ച വാക്കുകളിൽ നിന്നാണ് ശരിക്കും നമുക്ക് വായിക്കുന്നതിലേക്കുള്ള ഒരു പ്രചോദനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് എന്ത് തിരഞ്ഞെടുക്കണം, എങ്ങനെ തിരഞ്ഞെടുക്കണം, എന്ത് വായിക്കണം എന്നുള്ളത് സാറിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. വായനശാലയിലെ ഗ്രാമീണ പ്രദേശങ്ങളിലാണ് വായനശാലകൾ കൂടുതൽ പ്രവർത്തിക്കുന്നത്. അവിടെ എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണവും ഗ്രാമീണരായിരിക്കും. ഈ വായനശാല തുടങ്ങിയ 68 വർഷം മുമ്പ് ഉള്ള കാലാവസ്ഥയല്ല ഇപ്പോൾ. അതുകൊണ്ട് കാലഘട്ടങ്ങളനുസരിച്ച് സെലക്ഷൻ പുസ്തകത്തിൻ്റെ രീതിയിലും മാറ്റം വരും. ആദ്യകാലത്ത് സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റിയ പുസ്തകം എന്ന് പറഞ്ഞാൽ നോവലും കഥകളും നാടകവുമായിരുന്നു. പ്രധാനമായിട്ടും നാടക പുസ്തകങ്ങൾ, കഥാപുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, ജീവചരിത്രം, നോവൽ, ഇത്രയും ആണ് പ്രധാനമായിട്ടും. പിന്നെ ശാസ്ത്രീയമായ പുസ്തകങ്ങളൊക്കെ അന്ന് അത്ര വലിയ പ്രാധാന്യം എടുക്കാൻ ഇല്ലായിരുന്നു. എങ്കിലും
ഞാനൊക്കെ അന്ന് മുതൽ 1961 മുതൽ പുസ്തകം മേടിച്ചിട്ടുള്ള ആളാണ്. ഇന്നും ആ ജോലി തുടരുന്നുണ്ട്. എങ്ങനെയായാലും ശരി, ഈടുറ്റതായ കുറേ പുസ്തകങ്ങൾ വാങ്ങും. അതിനാരും വലിയ എതിര് പറയില്ല. അപ്പം നമുക്ക് കഴിഞ്ഞു പോയ തലമുറയെപ്പറ്റി മനസ്സിലാക്കുന്ന ചരിത്ര പുസ്തകങ്ങൾ, ശാസ്ത്ര പുസ്തകങ്ങൾ, ഇതൊക്കെ നമ്മുടെ വായനശാലയ്ക്ക് ആവശ്യമാണ്. മറ്റേ ഇതൊക്കെ വായനയുടെ നമ്മുടെ താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം സ്ഥിരമായി നിൽക്കുന്ന വിജ്ഞാനം നൽകുന്ന, വിജ്ഞാനമുള്ള പുസ്തകങ്ങൾ മേടിക്കുന്ന കാര്യത്തിൽ സംഘാടകർ വളരെ താല്പര്യം ശ്രദ്ധിക്കണം. സാധാരണക്കാർക്ക് അങ്ങനെ നിർബന്ധമില്ല. നോവൽ മതി. നോവൽ എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം പുഷ്പനാഥിൻ്റെ നോവൽ ഡിറ്റക്റ്റീവ് നോവലിന് പ്രസക്തിയാണ്. ഡിറ്റക്റ്റീവ് എന്ന് കേട്ടാൽ ആളുകൾ ഓടിയെത്തും, പിടിച്ചു മേടിക്കും. പക്ഷേ ഈ ഡിറ്റക്റ്റീവ് മുഴുവൻ വായിച്ചുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് അതിനും നിയന്ത്രണം വേണം. അത് വേണ്ടെന്നല്ല, അതും കൂടെ വേണം. അപ്പം അങ്ങനെ ഈ ഇക്കിളിക്കൊള്ളുന്ന ചിന്തകൾ മാത്രം കൊടുത്താൽ പോരാ. അടിസ്ഥാനപരമായ മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന പുസ്തകങ്ങളാണ് അത്യാവശ്യം. ഞാൻ പുസ്തകം വായിച്ചപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പാടാൻ കരുതിയ പാട്ടുകൾ ഇനിയും പാടാതെ കിടക്കുന്നു. വീണയുടെ കമ്പികൾ അഴിച്ചു മുറുക്കിയും ഞാൻ എൻ്റെ സമയം പാഴാക്കി കളഞ്ഞു. ടാഗോറിൻ്റെ ഗീതാഞ്ജലി സുന്ദരമായൊരു വാക്കാണ്. ഇത് ഞാൻ അനേക സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ളൂ. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, പാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നാം ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. സനാതന മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന നന്മയുടെ സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ പുസ്തകങ്ങളിലൂടെ കഴിയണം. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങൾ കൂടി നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടാകണം. പണ്ട് ഉള്ള പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ കച്ചവട സംസ്കാരമായി സംസ്കാരത്തിൽ വന്നിട്ടുണ്ട്. പുസ്തകം എഴുതുന്നത് കഴിഞ്ഞ 2 മാസം കൊണ്ടാണ് പുസ്തകം എഴുതുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതുന്നത് 2 മാസമാണ്. അതായത് പുസ്തകോത്സവം നടക്കുന്ന കാലഘട്ടത്തിൽ 8000 ഗ്രന്ഥശാലകളുണ്ട്. അപ്പോൾ അവർ പുസ്തകം വാങ്ങുന്ന കാലഘട്ടം അതാണ്. ഗ്രാൻഡ് കൊടുക്കുന്നു, ആ ഗ്രാൻഡിൻ്റെ പുസ്തകം മേടിക്കുന്നു. അപ്പോൾ അതിന് വിൽക്കാൻ വേണ്ടിയിട്ടാണ് പുസ്തകം എഴുതുന്നത്. അതിനകത്ത് വലിയ മൂല്യങ്ങൾ ഒന്നും നിർബന്ധമില്ല, കച്ചവടമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ അറിയപ്പെടുന്ന സാംസ്കാരിക സമ്പന്നതയുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കാൻ ഗ്രന്ഥശാല പ്രവർത്തകർ സജീവമാണ്. അതുപോലെയുള്ള മേന്മയുള്ള, ഹൃദയം നിറഞ്ഞു നന്മ നിൽക്കുന്ന പുസ്തകങ്ങളാണ് നമ്മുടെ ഗ്രന്ഥശാലയിൽ സൂക്ഷിക്കേണ്ടത് ഭൂരിപക്ഷവും. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സാറ് പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ ലൈബ്രറി ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈബ്രറിയിൽ അന്ന് കൂടുതലും കിട്ടിക്കൊണ്ടിരുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടയം പുഷ്പനാഥിൻ്റെ, പിന്നെ പമ്മൻ എന്ന് പറയുന്ന ഒരാൾ, ഇതിൻ്റെ അകത്തൊക്കെയുള്ള ഈ നമുക്ക് ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ചെറുപ്പത്തെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രചനകളായിരുന്നു അത്. കുറച്ച് ക്രിമിനൽ ആക്ടിവിറ്റീസ് അതിനെ അതിജീവിക്കുന്ന തരത്തിലുള്ള. പിന്നീട് ഈ ലൈബ്രറിയിൽ അധികം ഈ പറയുന്നത് പോലെ സാറ് പറഞ്ഞ ആ ഒരു സംഭവം അതിലുണ്ട്. അതായത് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ അധികം വായനയ്ക്ക് രസമില്ലാത്ത എന്ന ജീവിതത്തിന് ഗുണം നൽകുന്ന പുസ്തകങ്ങളും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വ്യക്തിത്വ വികസനത്തിന് വളരെ ഗുണം ചെയ്യും. സാറിൻ്റെ കഠിനാധ്വാനത്തിൽ ഏകദേശം എത്രത്തോളം ലൈബ്രറികൾ ആരംഭിച്ചിട്ടുണ്ട്? സാറിൻ്റെ കഠിനാധ്വാനത്തിൽ എത്രത്തോളം ലൈബ്രറികൾ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളത്? എൻ്റെ ലൈബ്രറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തൊടുപുഴ താലൂക്കിലെ ഞാൻ 1964 താലൂക്ക് സെക്രട്ടറി ആകുമ്പോൾ 34 വായനശാലകളിൽ പോകും. അത് ഗ്രാജുവലായിട്ട് 10-70 വരെ വന്നായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടെ കൂടി. ഈ ജില്ലയിൽ പ്രത്യേകിച്ച് ഉടുമ്പൻചോല താലൂക്കിൽ, പീരുമേട് താലൂക്കിൽ, ദേവികുളം താലൂക്കിൽ, ഈ 3 താലൂക്കുകളിലും
അന്ന് ഇടുക്കി ജില്ല താലൂക്കില്ല, ഉടുമ്പൻചോലയിലാണ് ഇടുക്കി തരം. ധാരാളം ലൈബ്രറികൾ ഉണ്ടാകാൻ പറ്റി. എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലുണ്ട്. ആറ്റിങ്കര എന്ന് പറയുന്നത് കമ്പമേടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, ഒരു ചെറിയ സ്ഥലമാണ്. അവിടെ ഒരു വായനശാല തുടങ്ങാനായിട്ട് ഞാൻ ചെന്നു. അവിടെ എല്ലാവരും കൂടി 6 മാസം കൊണ്ട് ആ ലൈബ്രറിക്ക് അംഗീകാരം കിട്ടി. നന്നായിട്ട് ആറ്റിങ്കര. അവിടെ അതുപോലെ തന്നെ ഹൈറേഞ്ചിൽ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവിടെ ചെന്ന് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ആവേശമുണ്ട്. അത് പുതിയൊരാൾ ഞങ്ങളുടെ ലൈബ്രറിയിൽ വന്നു എന്ന് പറഞ്ഞാൽ അവർ കേൾക്കും. ഇപ്പോഴത്തെ ട്രൈബൽ ലൈബ്രറി കുളമാവിലേക്ക് പോകുന്നിടത്ത് ഗ്രീൻ വാലി പബ്ലിക് ലൈബ്രറി തുടങ്ങാനായിട്ട് അവിടെയുള്ള അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ തള്ളയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത്. മകൻ ജിയോ എൻ്റെ സുഹൃത്താണ്. അവൻ കോളേജിൽ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ അന്ന് വിളിച്ചപ്പോൾ അവനെ കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വായനശാല നിങ്ങളുടെ ഇവിടെ തുടങ്ങാൻ നല്ലതാണ്, എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു. കാര്യം പറഞ്ഞു. അവിടെ ചെന്ന് ആളുകളെ വിളിച്ചു കൂട്ടി. അപ്പോൾ ട്രൈബൽ ധാരാളമുണ്ടെന്ന് മനസ്സിലായി. സെറ്റിൽമെൻറ്റ് ഏരിയയായി അവിടെ, അതായത് റോഡിൻ്റെ വലതുവശം ഇടതുവശം സെറ്റിൽമെൻറ്റ് ഏരിയയാണ്, വെള്ളിയാമറ്റ പഞ്ചായത്ത്, മറ്റേത് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു 50% ട്രൈബൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലൈബ്രറിക്ക് കുറച്ച് ഗുണമുണ്ട്, ആനുകൂല്യമുണ്ട്. 1000 പുസ്തകത്തിന് പകരം 500 പുസ്തകം ഉണ്ടാക്കിയാൽ മതി. മാത്രമല്ല പിന്നീട് ഈ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് കുറേ പൈസ കിട്ടും. ഉടനെ അത് ആരംഭിച്ചു. അന്നേരം അവർ പറഞ്ഞു, ഇത് നമുക്ക് സ്ഥലം വേണം. അടുത്ത വീട്ടുകാരൻ്റെ അടുത്ത് ഞാനും കൂടെ പോയി, എന്നെയും കൂടെ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവരെ സംസാരിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ കെട്ടിടം ഉണ്ടാക്കുമ്പം ഒരു മുറി ഞങ്ങൾക്ക് കൂടെ തരണം, വേറെ സ്ഥലം തരാം. അങ്ങനെ ആ ഒക്കെ വ്യവസ്ഥ വെച്ച് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ ലൈബ്രറി തുടങ്ങുന്നത് ഇടുക്കി ജില്ലയിൽ കുളമുഖവിനപ്പുറയുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ സാറ് അങ്ങനെ നിരവധി ലൈബ്രറികൾ സാറിൻ്റെ ഒരു കഠിനാധ്വാനത്തിൽ പിറവിയെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ ലൈബ്രറിയൊക്കെ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഒക്കെ നടത്തുമ്പോൾ നിരവധിയായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാവും. അതിനെയൊക്കെ എങ്ങനെയാണ് നേരിട്ടത്? പ്രതിസന്ധി നമ്മളെ ആരെങ്കിലും ലീഡർഷിപ്പ് ഉള്ളവരുണ്ടെങ്കിൽ പ്രതിസന്ധി സാരമില്ല. പലപ്പോഴും അങ്ങനെയല്ല, തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ബുദ്ധിമുട്ട്. ഉദാഹരണമായിട്ട് എൻ്റെ അനുഭവം ഞാൻ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ വായനശാല തുടങ്ങാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തു. 57 ജൂലൈ മാസം 29-ാം തീയതി ഞങ്ങളുടെ അന്നത്തെ ദീപിക പത്രത്തിൽ പരസ്യം. എന്നിട്ട് ഈ പള്ളിക്കൂടത്തിൻ്റെ പുറം ഭിത്തിയെ കൊണ്ടൊട്ടിച്ചു. ഉദ്ഘാടകൻ അന്നത്തെ ഞങ്ങളുടെ ഒരു മെമ്പർ CP സ്റ്റീവൻ ചേട്ടൻ. ആ പള്ളിക്കൂടത്തിൻ്റെ മാനേജർ ഞങ്ങളെ വിളിച്ചു. പുറം ഭിത്തിയെ കൊണ്ടല്ലാതെ മതിലൊന്നുമല്ല. കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞു, നിങ്ങളെന്താ എന്തോ വലിയ കാര്യങ്ങൾ, എന്തോ സംഭവം നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഞങ്ങളെ മാന്യമായിട്ടൊന്നും അല്ല പറഞ്ഞത്. അവസാനം ഇങ്ങനെ നിങ്ങളിവിടെ വായനശാലയും തുടങ്ങണ്ട എന്ന് തന്നെ പറഞ്ഞു. അതാണ് കിട്ടിയ ബുദ്ധി. എങ്കിലും ഞങ്ങൾ ഒന്ന് കൂടാനെന്ന് പറഞ്ഞ് അന്ന് എനിക്ക് 20 പൈസയേ ഉള്ളൂ. അന്ന് ആ അദ്ദേഹം എന്നെ പഠിപ്പിച്ച ഹെഡ് മാസ്റ്ററും കൂടിയാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് പോയെങ്കിലും പോലും ആ ബഹുമാനം ഉണ്ടല്ലോ. തുടങ്ങൂല അന്ന് നിർബന്ധമായിട്ട് ഞങ്ങൾ പറഞ്ഞൊന്നുമില്ല, ഞങ്ങൾ തുടങ്ങുമെന്നുള്ള ആശയം. അപ്പോൾ എണീറ്റ് ഞങ്ങൾ എത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ അവിടെ സ്ഥാപിച്ചതും കൂടെ കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. ഇത് സ്ഥാപിച്ചതെന്ന് പറഞ്ഞത് പോസ്റ്ററാണ്. അങ്ങനെ പോസ്റ്റർ പറിച്ച് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ. ഒരു വിരോധവും അവരോടും തോന്നുന്നില്ല. ഞങ്ങളന്ന് 12 പേര് കൂടി 12 പേര് ഒന്നിച്ചിരുന്ന് ഈ ഉദ്ഘാടനം ചെയ്തു. 13ാമത്തെ ഒരാളില്ലായിരുന്നു. അടുത്ത ഒരു വർഷത്തേക്ക് ഒരാൾ പോലും ഇതിനകത്തുണ്ടായില്ല. ഈ 12 പേര് ഞങ്ങൾ കൈകാര്യം ചെയ്തു. ആരോടുമുള്ള സഹകരിക്കാൻ പറ്റുന്ന കുറേ ആളുകൾ സഹകരിച്ചു. അപ്പോൾ അത് അവരുടെ അറിവുപൂർവ്വമുണ്ട്. നമ്മളോട് കാര്യത്തിന് താല്പര്യമില്ലായ്മ കാണിക്കുന്ന അവർക്ക് അറിവുപൂർവ്വമുണ്ട്.
നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. അതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിന്നെ അതിനാണ് ഈ നേതൃത്വം ആവശ്യം. താലൂക്കിനും ജില്ലയ്ക്കും സംസ്ഥാനത്തും നേതൃത്വം വേണം. എത്ര പ്രശ്നമുള്ളിടത്താണെന്ന് ചെന്നാൽ അവിടെ നേതൃത്വത്തിന്റെ സഹായം നമുക്ക് ഉണ്ടെങ്കിൽ എളുപ്പം ഉണ്ടാകുന്നുള്ളത്. വെള്ളലിന്റെ കാര്യം എനിക്കറിയാം. വെള്ളലിൽ എന്റെ സാന്നിധ്യം കൊണ്ട് കുറേ ഗുണമുണ്ടായിരുന്നു. അവിടെ കുറെ പുസ്തകങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പല എത്ര കാളിയാർ ലൈബ്രറി ചത്ത് മരച്ച് കിടന്നതാണ്. ഗ്രാമത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. അവരൊരു പുസ്തകവും വായിക്കില്ല, വായിക്കാൻ താല്പര്യപ്പെടുന്നു. ഇപ്പൊ പൊതുവെ കുട്ടികളിലെ ഈ പുസ്തക വായന കുറവുണ്ട്, പ്രോത്സാഹിക്കപ്പെടലും കുറവുണ്ടെന്ന് തോന്നുന്നു. എല്ലാ സമയത്ത് എനിക്ക് ഇവിടെയുള്ള വിദ്യാഭ്യാസമുള്ള കുറേ പിള്ളേർ ഇവിടെ വന്ന് വായിക്കുന്നുണ്ട്. അതായത് ഡിജിറ്റൽ റീഡിംഗ് ആ കുട്ടികൾ ഇന്ന് കൂടുതൽ തോന്നുന്നു. ഡിജിറ്റൽ റീഡിങ്ങിന് ഗുണമൊന്നും കിട്ടില്ല. നമ്മളിപ്പം ഏതെങ്കിലും പുസ്തകം വായിച്ചു, പുസ്തകം വായിച്ചാൽ അറിവ് മാത്രം എന്തെല്ലാം അറിവ് കിട്ടുന്നേ. അതായത് നമ്മുടെ ചെമ്മീൻ വായിച്ചാൽ ആ പ്രദേശത്തെ ചരിത്രം മുഴുവൻ നമ്മുടെ മനസ്സിൽ കൂടെയല്ലേ. അല്ലാതെ നമ്മൾ പോകണ്ടല്ലോ, അത് കണ്ടുകയല്ലേ ആ കർത്തമേടെയും ആ സാഹചര്യം എല്ലാം. അപ്പം നമ്മുടെ ആ സാഹചര്യം കൊണ്ട് നമ്മുടെ അത് ഭാവനയിൽ ഉണരും. വായിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകതയാണല്ലോ, നമ്മൾ വായിക്കുന്ന സംഭവം നമ്മുടെ ഒരു ഭാവനയും കൂടെ ഉണർത്തും. സാറ് ആദ്യം റീഡിങ് തുടങ്ങിയത് സാറ് ഒരു നാടക നടനും കൂടെ നന്നായിട്ട്. ഇവിടെ ഞങ്ങള് ഒത്തിരി ആളുകളെ ഞങ്ങള് ഒന്നിച്ചു കൂട്ടി നാടകം പഠിപ്പിച്ചു. അപ്പൊ നാടകം സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് റീഡിങ് നല്ല ആവശ്യമാണല്ലോ, നല്ല കഥ വേണം. അതുകൊണ്ട് നമ്മള് കുറെ വായിക്കേണ്ടി വരും. അന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലെ CL ജോസിന്റെ നാടകത്തിന് പ്രസക്തിയാണ്. നാടകം സംഘടിപ്പിക്കാൻ എളുപ്പമുണ്ട്. വയസ്സം കാണും, ഒരു സ്ത്രീ കാണും, ആളുകളുടെ എണ്ണം 10-12 കൂടുതൽ കാണില്ല. അങ്ങനെ അഭിനയിക്കാൻ എളുപ്പമാണ്. അപ്പം അത് ആ കാലത്ത് പള്ളികളോടനുബന്ധിച്ച് ആ നാടകം നടത്താത്തത് കാണില്ല. അപ്പൊ അങ്ങനെ ഈ അന്ന് ഈ നാടകത്തിനോടുള്ള ഭ്രമം മൂലം സാറ് വായിച്ചു തുടങ്ങി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, കള്ളസന്യാസി എന്ന് പറഞ്ഞൊരു നാടകം സ്കൂളിൽ നടക്കുക. ഞാൻ അഭിനയിക്കുന്നുണ്ട്. എന്നെ അവസാനം കുത്തിക്കൊല്ലുവാണ്. അപ്പോ എതിരാളി എന്നെ കടാരി എടുത്ത് കുത്തി, രക്തം ചീറ്റി തോന്നുന്നു. എന്റെ പിതാവ് കണ്ടുകൊണ്ടിരിക്കുന്നു. നാടകത്തിലെ രംഗം പുറത്തു വന്ന് ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. എന്നോട് ചില അടുത്തത് എന്നുവെച്ചാൽ അഭിനയിക്കുന്ന അന്നത്തെ സാഹചര്യത്തില് റിയാലിറ്റി ആയിട്ട് അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മളത്തെ നാടകം ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. ഓക്കെ ഓക്കെ. അങ്ങനെ ഈ വായന പിന്നെ ഈ നാടകം എന്നുള്ളത് മാറി പല പല പുസ്തകങ്ങളും വായിക്കുന്നത് സാറിന്റെ ഒരു രീതി. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ വോളിബോൾ കോച്ച്, വോളിബോൾ കളി 4 മണി കഴിഞ്ഞാൽ വോളിബോൾ കളിക്കും. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ വരും. അപ്പൊ എങ്ങനെയും ആളുകളെ സംഘടിപ്പിക്കാനത് വൈകുന്നേരം നല്ലൊരു തിരക്ക്. ശരിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളുകളുടെ വ്യക്തിത്വ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളതിലാണ് വായനയും ഈ പറയുന്നത് പോലെ ഈ കളികളും ഒക്കെ ആയിട്ട് അല്ലെ ഒരു സമൂഹത്തെ ആരോഗ്യപരമായിട്ട് നിലനിർത്തുക എന്നുള്ള ഉദ്ദേശശുദ്ധി സാറിനുണ്ടായിരുന്നു എന്ന് ചുരുക്കം. ഓക്കെ ഓക്കെ. സാറിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? കുടുംബജീവിതം, കുഞ്ഞുങ്ങള് ഇപ്പോഴത്തെയാണോ അന്നത്തെയോ? അല്ല സാറിന്റെ ഫാമിലിയിൽ ആരൊക്കെയാണ്? ഞാൻ ഈ 20 വയസ്സുള്ള സമയത്ത് എനിക്ക് ഞങ്ങൾ 6 സഹോദരന്മാര്, അപ്പനും അമ്മയും. ഈ 6 പേരില്ല ഒരാള് ഹാൻഡിക്യാപ്ഡ് സഹോദരിയാണ്. എന്റെ വേറെ ആളിത് നടക്കത്തില്ല, വലിഞ്ഞു നടക്കുള്ളൂ. ജ്യേഷ്ഠന് അതിൻ്റെ താഴെ ഞാന്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ അച്ഛനാകാൻ പോയി. അപ്പനും അമ്മയും അവർ വലിയ കൃഷിക്കാരാണ്. ആണ് ഈ കൃഷിയുടെ ഇടയ്ക്കും ഞാൻ നന്നായി 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലെ പണി നന്നായിട്ട് ചെയ്യാം. ഇഞ്ചി കൃഷി ചെയ്യുകയാണെങ്കിൽ ഇഞ്ചി കണ്ടമെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഒരു വിവരമുള്ളതാണ് ജോലിയാണ്. അല്ലാതെ അത് 4 മൂല ഒരുപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഞാൻ ഒരിക്കലും എന്നോട് അപ്പന് കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം കൃത്യമായിട്ട് ചെയ്യും. 4 മണിയാകുമ്പോഴത്തേനും നന്നായിട്ട് പണി ചെയ്യും. അതുകൊണ്ട് 4 മണിക്ക് പന്ത് കളിക്കാൻ പോകുന്നതിന് അപ്പനെതിരില്ല.
സാറിന് ഭാര്യ, എത്ര കുഞ്ഞുങ്ങളാണ് സാറിനുള്ള? എനിക്ക് ഞങ്ങൾക്ക് 6 മക്കള്. 6 മക്കള്. സാറിന് 6 മക്കള്? 6 പേര്. ഓക്കെ ഓക്കെ. എനിക്ക് 9 മക്കള്. ഞങ്ങള് സഹോദരന്മാർ 6, എനിക്ക് 9 മക്കള്. ഓക്കെ, അതാ സാർ അപ്പോഴത്തെയാണോ ഇപ്പോഴത്തെയാണോ എന്ന് ചോദിച്ചത് അല്ലേ? ഓക്കെ. ഈ 9 പേരില് 5 ആണും 4 പെണ്ണും. ഈ 9 പേരില് എല്ലാവരും ഇപ്പോൾ ഉണ്ട്. അവരില് 4 പേര് റിട്ടയർ ചെയ്തു സർവീസില്. ഭാര്യയ്ക്ക് ജോലി ഇല്ലായിരുന്നു. സാറ് പ്രൊഫസർ ആയിരുന്നു അല്ലേ? ഞാൻ LP സ്കൂളിലെ പ്രൊഫസർ. ഓക്കെ, എല്ലാം ശരിയാണ്. LP സ്കൂളിലെ പ്രൊഫസറാണ്. ഇവിടുത്തെ കോളേജിൽ ഞാൻ മീറ്റിങ്ങിന് കൂടാനൊക്കെ പോയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെയുള്ള സ്കൂളിലാണ് ഞാൻ 24 വർഷം ജോലി ചെയ്തത്. ഇവിടെ പൊന്നന്താനം. അതെ. ഓക്കെ ഓക്കെ. 5 കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു. അതുകൊണ്ടാണ് സാറ് കുട്ടികളുടെ ഇടയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു. തീർച്ചയായിട്ടും കുട്ടികളോട് നമുക്ക് വലിയ ബന്ധം. കുട്ടികളുമായിട്ട് കുട്ടികളോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ഈ എന്തെങ്കിലും പൊതുവായ മീറ്റിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ ആരെങ്കിലും പിള്ളേർ അടുത്ത് നിൽക്കുന്നത്, അന്നത്തെ ചൂട് ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. എന്നാലും പറയും, അന്നൊക്കെ ഈ കുട്ടികളെ നമുക്ക് വടിവെച്ചൊക്കെ തല്ലാമായിരുന്ന ഒരു സാഹചര്യം. അതിനെപ്പറ്റി സാറിന്റെ ഒരു അഭിപ്രായം എന്താ, ഈ കുട്ടികളുടെ ശിക്ഷണ രീതിയെ പറ്റി? ശിക്ഷണ രീതിയെ പറ്റി എനിക്ക് പറയാനുള്ളത്, ശിക്ഷണം ആവശ്യമാണ്. 2 തരത്തിലുള്ള ശിക്ഷണം നമുക്ക് ആവശ്യമാണ്. ഒന്ന്, ഉദാഹരണമായിട്ട് എൻ്റെ ക്ലാസ്സിലെ ആദ്യ ദിവസങ്ങളിലാണ് വർത്തമാനം പറയുന്നവരുടെ പേര് എഴുതി വെക്കുന്നു. അങ്ങനെ എഴുതിയിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിലൊരാൾ 3 ദിവസം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വർത്തമാനം പറഞ്ഞു. ആ പയ്യനോട് പറഞ്ഞു, നിന്റെ പേര് 3 ദിവസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കി കരഞ്ഞുകൊണ്ട് പോയി. ഇതാണ് യഥാർത്ഥത്തിലുള്ള ശിക്ഷ വേണ്ടത്. അവരെ മനസ്സിലാക്കിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ട് ശിക്ഷണം മാറും. ആ തരത്തിലുള്ള ശിക്ഷ നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് കുറെ സമയം എടുക്കും, എളുപ്പമില്ല. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരുപക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ തല്ല് കിട്ടുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ശിക്ഷണം ഏൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ആ ഒരു സമയത്ത് തളരുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ കൂടുതൽ കരുത്താർജിക്കുന്നുണ്ടെന്നുള്ളത് അവര് പറഞ്ഞു തന്നെന്നറിയോ. അവരെന്നോട് പറയാറില്ലേ, ഇപ്പോഴും പറയാറില്ല, സാർ എന്നെ ശിക്ഷിച്ചാലും ശരി, അടുത്ത സമയം അടുത്ത മണിക്കൂറിൽ എപ്പോഴും സാറ് പഴയ ആളാ. അതെ, ഞങ്ങളോട് വീണ്ടും നമ്മുടെ ശിക്ഷണത്തോടൊപ്പം ഈ സ്നേഹവും കൂടെ ചാലിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതാ ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് ബോധത്തിലേക്ക് വരും. നമ്മളിപ്പം ശിക്ഷിക്കേണ്ട. പിന്നെ വേറെ കാര്യവും അത് മാത്രമല്ല സാറേ, ഞാനൊന്ന് ഇടയ്ക്ക് കയറി പറഞ്ഞോട്ടെ, ഈ അങ്ങനെ വരുന്ന കുട്ടികൾ പിന്നീട് കരുത്തരായിട്ട് മാറുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഇന്ന് ഈ പറയുന്ന ശിക്ഷണം അനുവദനീയമല്ല. അതായത് ഈ പറഞ്ഞല്ലോ വടികൊണ്ട് അടിക്കുന്നതോ അല്ലെങ്കിൽ ദേഹത്ത് മോശമായ കാര്യമല്ല, നിയമമൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് ഈ ആദ്യം ഞാൻ പറഞ്ഞ പോലെ അതിനകത്ത് നമ്മളെ ഈ വ്യക്തിബന്ധം കുറയുന്നതാണ്. അതെ, ഓക്കെ. ഈ എന്നോട് പിള്ളേർ പറയുന്നത്, ഇവിടുത്തെ മിടുക്കന്മാരായ ആളുകൾ പറയും, എത്ര എഴുതിയിരുന്നാലും ശരി പിറ്റേ ദിവസവും സാറ് പഴയതുപോലെയാണ് എല്ലാം. ആ ഒരു ഇത്. പിന്നെ മറ്റൊരു കാര്യം, വ്യക്തിപരമായി തിരുത്താനും നിയന്ത്രിക്കാനും കഴിയുന്ന അധ്യാപകനാണ്. അതെ, സത്യവേദ അത് പറയണം. അതായത് ഒരു കുട്ടിയുടെ കഴിവ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് അത് പറഞ്ഞു കൊടുക്കണം അല്ലേ? തീർച്ചയായിട്ടും അവനറിയാം. ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ നല്ലതുപോലെ പഠിക്കാൻ ശേഷിയില്ല എങ്കിൽ അവന്റെ പൊട്ടൻഷ്യൽ എന്താന്ന് മനസ്സിലാക്കി അവനെ അത് നമുക്ക് കുട്ടികളെ നന്നായിട്ട് അറിയാം. കുട്ടികളുടെ പെരുമാറ്റ ശീലി നമുക്ക് നന്നായിട്ട് അറിയാം. അന്ന് ഈ സ്കൂളിൽ ലൈബ്രറികളുണ്ടെന്ന് പറഞ്ഞാൽ കുറെ പുസ്തകങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞാൽ അത്ര അത് വലിയ വായനയ്ക്ക് വലിയ കുറച്ച് പേരെ എടുക്കത്തുള്ളൂ. വായനയൊക്കെ വർഷം ഇതുപോലുള്ള സ്ഥലത്തു നിന്നാണ്. സ്കൂളിലെ ഇന്ന ദിവസം പുസ്തക വിതരണം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഓട്ടോമാറ്റിക് നടക്കുന്നല്ലോ. ഇപ്പോൾ ഈ വായനക്കാരെ സംബന്ധിച്ച് ഒരു അളവിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് കുറഞ്ഞിട്ടുണ്ട്. ഈ ഡിജിറ്റൽ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. അതിന് ഈ മേൽനോട്ടം വഹിക്കുന്ന ആളുകൾക്കും അതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാകും. ഇപ്പൊ എല്ലാം ഈ മൊബൈൽ കൊണ്ട് കാര്യങ്ങൾ. ഇപ്പൊ ഒരു നന്നായിട്ട് മൊബൈൽ അറിയാവുന്ന ഒരാളും ഒരു 5-6 പേരുണ്ടെങ്കിൽ വലിയ യോഗമാക്കാം ഭംഗിയാക്കി
അതുകൊണ്ട് കാര്യമില്ല. ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ഇത് വേണം, സംഘടന. അതെ, ആളുകളെ. അതുകൊണ്ട് പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. എല്ലായിടത്തും എല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വേണമെന്നൊരു നിർബന്ധമില്ല. വളരെ താല്പര്യമുള്ളവർക്കും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിക്കോട്ടെ, അപ്പോൾ അവർ മിടുക്കരാകണം. എല്ലാവരും ആ ജനിച്ചാകേണ്ടത് നിർബന്ധമില്ല. പക്ഷേ ഇതിപ്പം പിന്നെ ഇവിടെ നടക്കുന്ന നീതിബോധമില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ പഠിച്ച കാലത്തെ പുസ്തകങ്ങൾ 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം ഉപയോഗിക്കുന്നു, 1 കൊല്ലം പോലും ഉപയോഗിക്കുന്നില്ല. അത് കോൺട്രാക്റ്റാണ്, പുസ്തകങ്ങളുടെ മുഴുവൻ കോൺട്രാക്റ്റാണ്. ഒരേത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കും അയാളുടെ സ്കൂളിലെ പേരും കൂടെ എഴുതി അച്ചടിച്ച പുസ്തകം ഇട്ടേ. ഈ അച്ചടിച്ച കാശ് ആരുടെയാ? പാവപ്പെട്ട കുട്ടിയുടെ അല്ലേ? അതെ. അവന് ഈ പാവപ്പെട്ട പണിക്ക് പോയതിന്റെ കാശാണ് ഇതിന്, അതിന് വേറെ കമ്മീഷൻ. മത്തച്ചൻ സാറേ, ഇനി നമുക്ക് ഈ ലൈബ്രറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞോട്ടെ. ഇത് ഏത് വർഷത്തിലാണ് ഈ ലൈബ്രറി ആരംഭിക്കുന്നത്? 1957 ജൂലൈ 29. അന്ന് ഇവിടെ തൊട്ടടുത്ത് ആലപ്പാട്ട് കുര്യാഞ്ചേട്ടൻ്റെ ഒരു ഭിത്തി അലമാരിയുള്ള ഒരു മുറി ഞങ്ങൾക്ക് തന്നു. അവിടെ 1 വർഷം ഞങ്ങളിരുന്നു. വാടക ചോദിച്ചിട്ടില്ല, കൊടുത്തിട്ടുമില്ല, എന്ത് ചെയ്യണമെന്നില്ല. ഇത്ര നല്ല മനുഷ്യൻ, വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരന മനുഷ്യൻ എങ്ങനെ തന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. എപ്പോഴും ഞാൻ ആലോചിക്കും. മോളിപ്പടം വെച്ചിട്ടുണ്ട്, മനസ്സിലായി. അതുകൊണ്ട് ഏത് യോഗത്തിലും ഞാൻ പറയും ഗുരുവാഞ്ചേട്ടൻ്റെ കാര്യം. അത്ര നല്ല മനുഷ്യൻ. അത് കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനോട് ഞങ്ങൾക്ക് ഇച്ചിരി സ്ഥലം തരാമെന്ന് വെച്ചു. അവിടെ 7 സെൻറ്റ് സ്ഥലം കിടക്കണം, എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങളൊരു 1.5 സെൻറ്റ്, കക്ഷി 2 സെൻറ്റ് സ്ഥലം എടുത്തു. അവിടെയാണ് കണ്ടത്. അവിടെ ഞങ്ങൾ വനം വെട്ടി വന്തി മാറ്റി സ്വന്തമായിട്ട് ആളുകൾ കൊടുത്തു. പ്രായമുള്ളവരൊക്കെയാണ്, സ്ഥിര പരിശ്രമം. അപ്പോൾ സാറിൻ്റെ ഈ സ്ഥിര പരിശ്രമമാണ് ഇതിനെ ഇത്തരത്തിൽ വളർത്തിയെടുത്തിട്ടുള്ളത്. അവരുടെ ഇവിടെ ഏകദേശം എത്ര ബുക്കുകളുണ്ട് സാറേ? അതായത് എത്ര പുസ്തകങ്ങളുണ്ട്? 23,000 ഉണ്ട്. പുസ്തകങ്ങൾ വലിയ കേടൊന്നും വന്നിട്ടില്ല അങ്ങനെ. കാരണം അങ്ങനെ മോശമായിട്ടിട്ടില്ല, എല്ലാം ഭംഗിയായിട്ട്. തീർച്ചയായിട്ടും എന്നും ഞാൻ ഇതിനകത്തുണ്ട്. ഒരെണ്ണം മറിഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇതിനെ ചത്തു കിടക്കുകയാണല്ലോ എന്ന് പറയും. അറിവിന്റെ അകപ്പെട്ട് കിടക്കുന്ന അതുകൊണ്ട് അപ്പൊ ചതിരം പിടിച്ചൊന്നും പോയിട്ടില്ല. തീർച്ചയായിട്ടും അതിനെ അതുപോലെ ഉത്തരവാദിത്തോടു കൂടി സംരക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലേ പൈസ ഇല്ലാത്ത കാലത്ത് ഒരു പൊലിവ് നടത്തി. അങ്ങനെ പൊലിവ് നടക്കുക. ഒരു അന്നത്തെ ഒരു 25 പൈസ തന്നാൽ 40 രൂപ. 1 രൂപ എന്ന് പറഞ്ഞാൽ ഇല്ല. ഒരു ദിവസം വിരിപ്പിലെ യോഹന്നാൻ മൂപ്പൻ, ശ്രീയുടെ കഷ്ട യോഹന്നാൻ മൂപ്പൻ പ്രായമുള്ളയാളാണ്. വെള്ളം ചെന്നു 1 രൂപ, നല്ല മുഴുത്ത രൂപ ഉത്തര അത് തന്നു. ഞാൻ ചോദിച്ചു എന്തോരും അങ്ങോട്ട് വേണ്ടേ? മുഴുവനും ഇവിടെയാ. നമുക്ക് 25 പൈസ കിട്ടിയ വലിയ രൂപ, വലിയതാ. അന്ന് മനസ്സിലായില്ലേ? 1961 പഞ്ചായത്തിന് 100 രൂപ ഗ്രാന്റ് തന്നു. 1961 ഇന്ന് 1 പൈസ തരുന്നില്ല അവര്. നമുക്ക് സംസ്കാരം മനസ്സിലാക്കണ്ടേ? 61 100 രൂപ തന്നെങ്കിൽ അതിന്റെ വില എത്രയാ? ഇന്ന് അതിനനുസരിച്ച് നൽകപ്പെടുന്നില്ല. അവരെ വിചാരിക്കുന്ന ഇവിടെയൊക്കെ ഉണ്ടെന്നാണ്. എങ്ങനെയാണ് ഇതിനെ ഞങ്ങൾ സമ്പത്ത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അന്ന് പിരിവ് നടത്തിയ പോലെ ഞങ്ങൾ ആളുകളുടെ അടുത്ത് തരും. ചിലർ പറയും ഓ മത്തച്ചൻ സാറ് പിരിവിന് വരുന്നതാ. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. നമുക്ക് ചില മിടുക്കന്മാരുണ്ടല്ലോ വലിയ ഒപ്പമുള്ളവരെ, അവിടെ എത്ര തന്നു അത്രയും ഞാനും തീർക്കും. അതുകൊണ്ട് ഞങ്ങൾ സൂത്രത്തിൽ അവിടെ തുക മാറ്റിയിടും. സൂത്രത്തിൽ തുക മാറ്റിയിട്ട് നമ്മുടെ അവരുടെ പൈസ മേടിച്ചിട്ടുണ്ട്. മറ്റേ നമ്മുടെ എഴുത്തുകാരനായ ബഷീർ കള്ളവണ്ടി കയറി പോയെന്ന് പറഞ്ഞ പോലെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് കുഞ്ഞു കാര്യം. ഓക്കെ. ഇവിടെ ഏകദേശം എത്ര മെമ്പർമാർ ഉണ്ടായിരുന്നു? ഇപ്പോഴും അങ്ങനെ? പിന്നീട് ഒന്നുള്ള കുറേശ്ശെ വളർന്നു വന്നതാണ്. ഇപ്പം 800 ശതമാനം മെമ്പർമാർ ഈ ലൈബ്രറിയിൽ. അതിൽ 15 പേര് 10,000 രൂപ തന്നവരാണ്.
142 മെമ്പേഴ്സ് ആയുഷ്കാലം മെമ്പർ, ജീവകാലാംഗ ഒരു പരിസരം കയറണ്ട. പിന്നെ സാധാരണ 832 പേരും ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ എങ്ങനെയാ വെച്ചാൽ ഓരോ അവസരത്തിൽ ആവശ്യമനുസരിച്ച് നമ്മൾ ഇച്ചിരി പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കെട്ടിട പണി സമയത്താണ് ഈ 10,000-ന്റെ വെച്ച് 100,10,000 രൂപ ഞങ്ങൾക്ക് കിട്ടി. ചെറിയ കാര്യമുള്ളൂ. 6 ലക്ഷം രൂപയുടെ സ്വന്തം വരുമാനമുള്ളൂ കിട്ടിയുള്ളൂ. 3 അല്ലെ 12,61,000 രൂപ മുടക്കി. ഇത് ഞങ്ങൾ വില കൊടുത്ത് മേടിച്ചു ഈ 6 സെന്റ് സ്ഥലം. 6 സെന്റിന് 74,000 രൂപ കൊടുത്തു അന്നത്തെ. അതെ 2000-ല്. അപ്പൊ അതെല്ലാം ഈ ഇത് വന്നു എങ്ങനെയെങ്കിലും വരും. പിന്നെ ചിട്ടി നടത്തിക്കൊണ്ടിരുന്നു മ്യൂച്വൽ ഫണ്ട്. അത് ഇന്നും ഉണ്ട്. 5,000 രൂപ ഞങ്ങൾക്ക് എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ട് കാശ് 90% നമ്മുടെ. ഇനി സാറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, സാറിൻ്റെ ഈ ലൈബ്രറി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ എല്ലാ ഇടങ്ങളിലും കാണുക, ഈ ലൈബ്രറിയിലേക്ക് ആളുകൾ വരുന്നു, ഈ ലൈബ്രറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പുസ്തകങ്ങൾ വായിക്കുന്നു, അല്ലെങ്കിൽ ആർട്സോ സ്പോർട്സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നു, മടങ്ങുന്നു. ഇവിടെ ഈ പൊന്നന്താനം ലൈബ്രറിയിൽ സാറ് ചെയ്തിട്ടുള്ളൊരു വ്യത്യസ്തത എന്ന് പറയുന്നത്, ഈ സാറ് വീടുകളിലേക്ക് പുസ്തകം കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സാറ്? അത് 2-3 സ്കീമായിരുന്നു. ഒന്നാമത് ഈ സഞ്ചാര ലൈബ്രറി എന്നൊരു പ്രോഗ്രാം ലൈബ്രറി കൗൺസിൽ തന്നു. അപ്പം 100 വീടുകളിൽ പുസ്തകം കൊണ്ടു കൊടുക്കുക എന്നുള്ളത്. അന്ന് ഞങ്ങള് മലങ്കര എസ്റ്റേറ്റ് സെലക്ട് ചെയ്തു. എസ്റ്റേറ്റ് ഇവിടുന്ന് 4 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറം. അപ്പം ഞങ്ങൾ സൈക്കിള് എന്ന് തന്നു. ഈ സൈക്കിളിലെ പുസ്തകം വെച്ച് ഞങ്ങൾ കൊണ്ടുപോവാണ്. ഞങ്ങൾ 2 പേരും 3 പേരൊക്കെ സൈക്കിളിലേക്ക് പറ്റും. അങ്ങനെ ഗ്രൂപ്പായിട്ട് കൊണ്ടുപോയി വീടുകളിലൊക്കെ പുസ്തകം കൊണ്ട് കൊടുത്തു. മലങ്കര എസ്റ്റേറ്റിൽ 100 വീടുകളിൽ പോയപ്പം പുസ്തകം വായിക്കുന്നവരുടെ എണ്ണം 2-3 അഗസ്റ്റ് ചെയ്യും. കാരണം മുട്ടത്തിലപ്പുറം ലൈബ്രറി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും പോയിട്ടില്ല. അതൊരു വലിയ നേട്ടമായി. പിന്നെ ഈ പുസ്തക വിതരണം അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പിന്നെയുള്ളത് ഇവിടെ അതുപോലെ പുസ്തക വിതരണം വീടുകളിൽ കൊടുത്തുകൊണ്ടിരുന്നു. അത് പ്രയോജനകരമായിരുന്നു. നമ്മൾ പുറകിൽ നിൽക്കണം. കുടുംബശ്രീ യൂണിറ്റുകളിൽ ഞങ്ങൾ പുസ്തകം കൊണ്ട് കൊടുക്കുക. ഒരു വർഷം കൊണ്ട് കൊടുത്ത് ഒരു 25 പുസ്തകം കൊണ്ട് കൊടുക്കും. അത് അവർ വായിച്ചു കഴിയുമ്പോൾ തിരിച്ചു മേടിക്കും, വീണ്ടും കൊടുക്കും. പരീക്ഷയ്ക്ക് വേണ്ട, ഫ്രീയാ പുസ്തകം നിശ്ചയം. ഇപ്പം അങ്ങനെ 3 യൂണിറ്റിൽ ഞങ്ങൾ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു വീട്ടിൽ തീർന്നു 7 ആഴ്ചയിൽ പുസ്തകം കൊണ്ട് കൊടുക്കും. അത് 10 കേന്ദ്രങ്ങളിലാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്താണേലും വലിയ സന്തോഷം. ഈ 89-ാം വയസ്സിലും സാറ് ഒരു യങ് മൈൻഡഡ് ആയിട്ട് വലിയ ഉത്തരവാദിത്വ ബോധത്തോടെ ഈ ലൈബ്രറി വളരെ ഭംഗിയായി കൊണ്ടു നടക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിന് അതൊരു ലൈബ്രറി കൗൺസിലിന്റെ പുരസ്കാരം സാറിന് കിട്ടിയിട്ടുണ്ട്. PN പണിക്കർ പുരസ്കാരം 25,000 രൂപയുണ്ട്. 25,000 രൂപയും ഫലവും കാനായി കുഞ്ഞുവാന്റെ അതവിടെയുണ്ട്. അതൊരു നേട്ടമല്ലേ? പിന്നെ വലിയ ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ്, നിരവധി അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ സ്കൂളിൽ നിന്നല്ലേ. PN പണിക്കർ കുഞ്ഞാട്ടൻ പുരസ്കാരം ഇക്കൊല്ലം കിട്ടി. കഴിഞ്ഞ ജൂൺ മാസം ഓഗസ്റ്റ് മാസം 10-ആം തീയതി കുഞ്ഞാട്ടന്റെ വീട്ടിൽ അവിടെ വെച്ച് കിട്ടി. ചിമ്മലപുരത്ത് വെച്ച് കിട്ടി. പിന്നെ ഇതിന് ഏറ്റവും വലിയ അവാർഡ് കിട്ടിയത് 75-ലെ റോമിന് പോകാനുള്ള ഫ്രീ ലിഫ്റ്റ്. അങ്ങനെ സാർ അവിടെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. 9 ദിവസം അവിടെ ഉണ്ടായിരുന്നു. മാപ്പാപ്പയെ കാണാനൊക്കെ പറ്റി. അവിടുത്തെ പ്രധാന സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. സാറിന്റെ പ്രവർത്തനത്തിനുള്ള അംഗീകാരം. പിന്നെ 33 ദിവസം നീണ്ടു നിൽക്കുന്ന നോർത്ത് ഇന്ത്യൻ യാത്ര ഒത്തിരിയേറെ സഹായിച്ചു ഈ സ്ഥലത്തേക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും യാത്രകൾ നല്ല രീതിയിൽ ഒരു ബുക്ക് വായിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുക. ഒറീസയിലെ ഞാൻ ടാഗോർ നമ്മുടെ കാളിദാസൻ ചെതൽപ്പിറ്റിന് തിരുന്നല്ലേ. അതെ. ഞാൻ നമ്മളവർക്ക് ഇത്രയുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒറീസയിൽ കൂടി ചെന്നപ്പോഴുള്ള ആൾ വലിപ്പമുള്ള 10 അവിടെ നശിപ്പിക്കില്ല.
ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഒറീസയിലൊക്കെ കുറേ സ്ഥലങ്ങൾ ചെന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതെ, നന്മ ഈ സങ്കുചിതമായിട്ട് മാറ്റാൻ പറ്റില്ല, എല്ലാവരുടെയും നന്മയുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതെ, പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും വലിയ പ്രത്യേകത പള്ളിയിൽ പോകുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വർഗത്തിൽ എല്ലാവരും പോകുമായിരിക്കും, പക്ഷേ നല്ല ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവന് വേണ്ടി മാറ്റി വെക്കാൻ. എന്നോട് ഞാനിവിടുന്ന് തൊഴിലേക്ക് നടന്നു പോകണമെങ്കിൽ 20 മിനിറ്റ് നടക്കണം. എനിക്ക് സാധാരണ നടന്നു പോകും. 2 പേരോടെങ്കിലും ഉണ്ടാവല്ലോ. സാറിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യവും അതാണ്, സാറ് നടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റാരോടും വിരോധമില്ല, അതും ആരോഗ്യത്തിന്റെ ഏറ്റവും നല്ല ലക്ഷണമാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് മത്തച്ചൻ പുരക്കൽ സാറാണ്. നിരവധി അവാർഡുകൾ, VN പണിക്കർ പുരസ്കാരം തുടങ്ങി സ്റ്റേറ്റ് അധ്യാപക പുരസ്കാരം തുടങ്ങി അങ്ങനെ നിരവധി അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള, ഇന്നും സജീവമായി പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സാറിൻ്റെ കൂടെ ഇത്രയും നേരം സമയം പങ്കിടാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. നമുക്ക് സാറിൻ്റെ മറ്റൊരു പ്രവർത്തന തലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയും നേരം ഈ സംസാരിക്കാൻ സാറ് സന്മനസ്യം കാണിച്ചതിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു.